ഒരു സെലിബ്രിറ്റി കോൺസേർട്ടിന് അതിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഫിനാൻഷ്യലാണ്. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു ചെലവ് എന്ന് പറയുന്നത് 3-4 കോടി രൂപേൻ്റെ അടുത്താണ് ഉണ്ടാവുക. ആ പൈസ കണ്ടെത്തുന്നത് ഇപ്പം 3-4 കോടി അങ്ങനെ പോകുന്ന പൈസകൾ കണ്ടെത്തുന്നത് സ്പോൺസർഷിപ്പിലൂടെയാണ്. സ്പോൺസേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡിങ്, അവരുടെ പരസ്യങ്ങൾ, അതൊക്കെ അവരുടെ ബ്രാൻഡിങ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്ഷൻസ് ആണ് ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള സെലിബ്രിറ്റികൾ വന്നിട്ടുള്ള പ്രോഗ്രാം നടത്തി വരുമ്പോൾ കിട്ടുന്നത്. അതിന് ഫൈനാൻഷ്യൽ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു കടമ്പാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്, LED വാള്, അങ്ങനെ വെന്യൂ, അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ സെലിബ്രിറ്റി വരുന്ന കോൺസേർട്ടിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻ്റ് ആണ്. ആ ക്രൗഡ് മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം ക്രൗഡ് എത്തണം, എന്നാലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ ക്രൗഡ് എത്താനുള്ള പരസ്യം, അതേപോലെ തന്നെ പബ്ലിസിറ്റി, ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ക്രൗഡ് എത്താം. അപ്പോൾ ക്രൗഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൗഡിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു കടമ്പാണെന്നുള്ളതാണ്. ഒരു 1000-1500 എടുത്ത് നിങ്ങൾ കാണുന്ന പ്രോഗ്രാമിന് ഒരു 50-60 ദിവസത്തിൻ്റെ കഠിനാധ്വാനം ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു കോൺസേർട്ടിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്.